ഇതാരാ? ആ തുരുത്തിലെ വീട്ടില് എന്തോ തപ്പൊന്നുണ്ടായിരുന്നല്ലോ അല്ലേ? മനസ്സിലായില്ല. നിന്റെ വേളച്ചിലിറക്കല്ലേ? നിന്റെ ഷോയൊക്കെ ഇവിടുത്തെ മണ്ടന്മാരെ നാട്ടുകാരുടെ അടുത്ത് മതി, എനിക്കെല്ലാം അറിയാം. നിന്റെ കയ്യിലെ സ്വർണം കൊണ്ടേ ഞാൻ പോത്ത് വിട്ടു. കളിക്കല് നീ. അവിടെ കാടേം കണ്ണീരും അഭിനയവും എല്ലാത്തിനും ഷട്ടറി ഞാൻ. ഇറങ്ങിപ്പോടോ. മോള് ചൂടാവാതെ. മോളും എൻ്റെ അളിയനും കൂടുള്ള ഇടപാടൊക്കെ എനിക്കറിയാം. ഞാനിത് പറയേണ്ടിടത്ത് പറഞ്ഞ പക്ഷെ പറയത്തില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷെ പറയേണ്ടിടത്ത് പറഞ്ഞ അത് പറയാതിരിക്കാനുള്ള കാര്യം മോള് എന്തേലുമൊക്കെ ഒന്ന് ചെയ്യണം. മോളെ കൊണ്ട് പറ്റും. അപ്പോ ശരി, ഞാൻ ഇടയ്ക്ക് വരാം. ഒന്നിക്ക് ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിന് കൊടുക്കും. അപ്പാപ്പ പോയതുകൊണ്ട് ഇതിപ്പോൾ കാശാക്കി മാറ്റൽ അത്ര എളുപ്പമല്ല. നീ ഇത് വെച്ചോ. എന്നെ സിയെ വിളിച്ചിരുന്നു. പറഞ്ഞ ചേച്ചിയുടെ മോളുടെ മുടി വെട്ടാനാണ്. ഹലോ സാർ, തുരുത്തിലെ വീട്ടിലെ സെർച്ച് കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളുടെ ഫിംഗർ പ്രിന്റ്സ് ആയിട്ട് അത് മാച്ച് ചെയ്ത് നോക്കണം. ചെയ്യാം സാർ. ഈ മാസത്തെ വാടക കൊടുത്തെന്തായിരുന്നു നന്നായി. അത് ശരി, നീ എത്ര നാളെ അറിയില്ലല്ലോ. അറിഞ്ഞോ, നമ്മുടെ ബേസിന് സമയം കൂടി ഒളിച്ചോടി. ഞങ്ങളൊന്നേ അന്വേഷിച്ചു വരാം. ഹായ്. ഹായ്. വരൂ. സന, ഇത് സന. ഹായ് ചേച്ചി. ഹായ് മോളെ. കഴിച്ചായിരുന്നോ? ആ. സന കഴിച്ചോ? നല്ല മുടിയാണല്ലോ. എങ്ങനെയാ വെട്ടണ്ടേ? എനിക്ക് മുടി വെട്ടണ്ട. ഒരു സെമി ബോയ് കട്ട് ചെയ്താൽ മതി. അവൾ സ്കിറ്റിലെന്തോ ആൺകുട്ടിയോടെ അഭിനയിക്കുന്നത്.
വെട്ടുവാണ്. ഒന്ന് രാവിലെ കടയുടെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്തായിരുന്നു? അന്ന് ഞാൻ അകത്ത് കയറിയില്ലല്ലോ സർ. പറഞ്ഞായിരുന്നല്ലോ, ബേസിൽ ഞായറാഴ്ച രാവിലെയും വൈകിട്ടും കടയിൽ വന്നിരുന്നു അല്ലേ? ആ, അത് സാധനം കൊണ്ടുപോകാനുണ്ടായിരുന്നു. ആ ബക്കറ്റ് നിറയാൻ എത്ര സമയം എടുക്കും നോക്കിയിട്ടുണ്ടോ? ഏത് ബക്കറ്റ്? മുകളിൽ ഡ്രിൽ ചെയ്തോ? താഴത്തെ ബക്കറ്റിൽ പൊടി വീഴും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ബക്കറ്റിലെ വെള്ളം ക്ലിയർ ആയിരുന്നു, പൊടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞിട്ടോ? ആ ബക്കറ്റ് നിറയാൻ ചുരുങ്ങിയ പക്ഷെ 15 മണിക്കൂർ എടുക്കും. അപ്പോൾ കുത്തിപ്പൊളി നടന്നിരിക്കുന്നത് അതിനു മുമ്പാണ്. അതായത് തലേ ദിവസം ഞായറാഴ്ച പകൽ. അപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് പകലല്ലേ? എനിക്കെന്താ തോന്നുന്നത്? സന എന്താ ഇത്? ഇതെന്തിനാ അവളുടെ മുടി വെട്ടിയേ? അതിനെന്താണ്, അവൾക്ക് ചേരുന്നുണ്ടല്ലോ. സന അത് എന്താ കാണിച്ചു വെച്ചേക്കുന്നേ? മാമ പറഞ്ഞിട്ടോ. നീ എന്തിനാ സമ്മതിച്ചേ? രസല്ലേ അമ്മ? പട്ടാപ്പകല മോഷണം, നല്ല ഉഗ്രം പ്ലാൻ. നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. എനിക്കൊരു ഷെയർ തന്നാ മതി. മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കവലയിൽ വെച്ച് ഞാൻ കേസ് ക്ലോസ് ചെയ്യും. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.